പരിഹരിച്ച് ഇവിടെ തന്നെ ഇപ്പം പരിഹാരം ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ അതിനകത്ത് കുറച്ച് ഓൾറെഡി പരിഹരിച്ച് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നേരിട്ട് കേൾക്കുന്നതുണ്ട്. ഇതുകൂടാതെ പരിഹരിക്കാൻ ഇവിടുത്തെ പരിഗണന വരാം. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പരിപാടിയുടെ പുനലൂർ താലൂക്ക് തല അദാലത്ത് ഇന്ന്. പുനലൂർ ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക നിലയത്തിലാണ് താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചത്. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, കെ ബി ഗണേഷ് കുമാർ, ജെ ചിഞ്ചുറാണി, പി എസ് സുബാൽ MLA, കളക്ടർ എൻ ദേവിദാസ് എന്നിവരും വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഓഫീസർമാരുമാണ് അദാലത്തിന് നേതൃത്വം നൽകുന്നത്. ധാരാളം വർഷങ്ങളായി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്ന പരാതികൾ, അപേക്ഷകൾ അത് തീർക്കുന്നതിന് എത്രയും പെട്ടെന്ന് വഴിയുണ്ടാക്കുന്നതിനാണ് ഈ അദാലത്ത് എന്ന് പറയുന്ന സമ്പ്രദായം വന്നത്. ഒരു കാര്യം മാത്രം എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ അദാലത്ത് 2 വർഷം മുമ്പ് ഇവിടെ അദാലത്തിന് ഞങ്ങളെല്ലാം വന്നിരുന്നു. ജില്ലയിലും സംസ്ഥാനത്തുമാകെ അത്രയും പരാതികൾ ഇപ്പോൾ ഈ അദാലത്തിൽ വരുന്നില്ല. കാരണം ആ അദാലത്ത് കഴിഞ്ഞു, അതിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇത് കൂടാതെ തദ്ദേശ വകുപ്പ് മന്ത്രി, ഫോറസ്റ്റ് മന്ത്രി, തീരപ്രദേശങ്ങളിൽ മത്സ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിയൊക്കെ നടത്തിയിട്ടുള്ള പ്രത്യേക അദാലത്തുകളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അദാലത്തുള്ളത് അതൊരു റവന്യൂ അദാലത്ത് നടത്തും. ഏറ്റവും കൂടുതൽ അദാലത്തുള്ളത് ഒന്ന് റവന്യൂ, രണ്ടാമത് പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പ്രത്യേക അദാലത്ത് നടത്തിയിരുന്നു. ആ അദാലത്തുകളിൽ കൂടി തീർത്തതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ഇനി കുറേ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അദാലത്തിൽ വന്ന എല്ലാ കാര്യവും പരിഹരിക്കാനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. പക്ഷേ എല്ലാ കാര്യവും പരിഹരിക്കുന്നതിന് ചിലപ്പോൾ കഴിയില്ല. കാരണം ചിലത് വളരെ സങ്കീർണമായിരിക്കും. എത്ര പരിഹരിക്കാൻ വിചാരിച്ചാലും ചില കേസുകൾ, സിവിൽ കേസ്, അയൽവക്ക തർക്കം, അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം, അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാത്രം തീരില്ല, ഗവൺമെൻറ് വിചാരിച്ചാൽ തീരില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അവശേഷിക്കാം. ഇന്ന് രാവിലെ 10 മണി മുതൽ പൊതുജനങ്ങളിൽ നിന്നും നിവേദനങ്ങൾ നേരിട്ട് സ്വീകരിച്ചു. പോർട്ടൽ മുഖേന മുൻപ് സമർപ്പിച്ചിരുന്ന പരാതികളിൽ മറുപടി നൽകും. ഈ അദാലത്തിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, MLAമാരുടെ സാന്നിധ്യത്തിൽ ഈ തരത്തിലുള്ള അദാലത്തുകൾ ഇന്ന് സംഘടിപ്പിച്ചു വരികയാണ്. ഈ മാസം 13 കൊണ്ട് ആ അദാലത്തുകൾ പൂർത്തീകരിക്കണം എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇത്തവണ നമ്മുടെ കൊല്ലം ജില്ലയിലെ 6 താലൂക്ക് കേന്ദ്രങ്ങളാണ്. അതിൽ 5 താലൂക്ക് കേന്ദ്രങ്ങളിലും കരുതലും കൈത്താങ്ങലും വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് പുനലൂർ താലൂക്കിലെ അദാലത്ത് കൂടി കഴിയുമ്പോൾ മുഴുവൻ അദാലത്തുകളും കൊല്ലം ജില്ലയിലെ പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. അദാലത്തുകൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ 5 താലൂക്കുകളിലായിട്ട് നിരവധി അപേക്ഷകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം നമുക്കറിയാം ഇന്ന് കുറച്ചധികം നമുക്ക് പരാതികൾ നമുക്ക് പരിഹരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നതിന് കൗണ്ടറിൽ അറിയിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. മറ്റ് പല താലൂക്കുകളുടെയും ഏതാണ്ട് 5ഓളം താലൂക്കുകളുടെ അദാലത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചു. വളരെ നല്ല ജനകീയ പങ്കാളിത്തമാണ് ആ അദാലത്തുകളിലെല്ലാം ഉണ്ടായത്. ധാരാളം പരാതികൾ ആ അദാലത്തുകളിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അദാലത്തുകൾ സംഘടിപ്പിച്ചത് 21ഓളം വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും പരാതികളും പ്രശ്നങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്ക് സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അദാലത്തിലൂടെ ലഭിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ നവംബർ മുതൽ പരാതികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൻ്റെ പോർട്ടൽ. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലമിനോടൊപ്പം. 4 ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഡിസംബർ 1 മുതൽ ജനുവരി 25 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്, 2ാം സമ്മാനം ഡയമണ്ട് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് റിംഗ്. കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും.
ഈ ആഘോഷനാളിൽ 50% അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് 1% അധിക മൂല്യം. പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം. 0% സ്വർണ്ണവർഷ. അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.